രൂപകം എന്നാണ്. നാടകം പല രൂപകങ്ങളിൽ ഒന്ന് മാത്രം. അതായത് നാടകം, പ്രകരണം, പ്രഹസനം, ഭാണം, ഡിമം, അംഗം, വീഥി, വ്യായോഗം, സമവകാരം, ഈഹാമൃഗം, ഇങ്ങനെ 10 അരങ്ങത്ത് കളിക്കുന്ന 10 രൂപകങ്ങൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് നാടകം. അതെങ്ങനെയാണ് നാടകം? ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ വേറെ പറയേണ്ട, എനിക്ക് പ്രവേശിക്കുന്നില്ല. പിന്നെ പെർഫോമിംഗ് ആർട്ട് എന്ന് പറയുന്നത് മനുഷ്യനോട്, നാടകത്തിന് 2 നിലയ്ക്കാണ്. ഒന്ന്, അരങ്ങത്ത് ജീവനുള്ള മനുഷ്യൻ ആണല്ലോ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. കാണികളും ജീവനുള്ള കാണികളാണ്. അപ്പൊ ജീവനുള്ള കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുകയും ആ സംസാരത്തിലൂടെ നാടകത്തിലെ വിഷയം ജീവനുള്ള കാണികൾക്ക് സംവേദനം ചെയ്യുന്നത് ഒറ്റ കലാരൂപമുള്ളത് പെർഫോമിംഗ് ആയിട്ട് നാടകമാണ്. അപ്പൊ നാടകം ജൈവ കലയം, ജൈവ വളം, അതെ, ജൈവ മാലിന്യം, അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. ജൈവ മാലിന്യം, ചത്താലല്ലേ മാലിന്യം ഉള്ളു. പിന്നെ എങ്ങനെ ജൈവ മാലിന്യം ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലായില്ല. അവന് പ്രായപൂർത്തി വോട്ടവകാശം, അത് തെറ്റാണ്. എങ്ങനെ പ്രായം പൂർത്തിയാവണേ? ഒരുത്തൻ ചത്താ പിന്നെ അവന് പ്രായമില്ല, അതുവരെ അവന് പ്രായകനായിക്കൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ വയസ്സറിയിച്ച വോട്ടവകാശം വേണം. പ്രായം പൂർത്തിയാണ് ഒരാൾ മരിക്കണം, പിന്നെ എനിക്ക് പ്രായമില്ല. ശരിയാ, അതുവരെ നമുക്കൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ കുറെ പ്രയോഗങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നാടകത്തെ സംബന്ധിച്ച് ഭരതമുനി നാടകം, സംഗീതം, ഗാന്ധർവം, നാട്യം ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നും നാടകത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നും കാണിക്കുന്ന 2 ശ്ലോകങ്ങൾ. ഒന്ന്, ഗാന്ധർവം ചേഹ നാട്യം ച യസമ്യക് പരിപാലയേ ലഭത്തെ സദ്ഗതിം പുണ്യം സമം ബ്രഹ്മർഷിഭിർ നര എന്നാണ്. ഗാന്ധർവം എന്ന് പറഞ്ഞ സംഗീതം, മലയാള ഗാനഗന്ധർവൻ യേശുദാസ്. അതെ, ഗന്ധർവന്മാർക്ക് ഇഷ്ടപ്പെട്ടത് സംഗീതം. പിന്നെ നാട്യം, അഭിനയം. ഇത് 2നെയും ആരാണോ വേണ്ടതുപോലെ കൊണ്ട് നടക്കുന്നത്, വേണ്ടാത്ത പോലെ കൊണ്ടെടുക്കല്ല, സമ്യക് പരിപാലയിൽ വേണ്ടതുപോലെ കൊണ്ട് നടക്കുന്നത്, അവർക്ക് ബ്രഹ്മർഷിക്ക് തുല്യമായ പുണ്യം ലഭിക്കുന്നു എന്നാണ്. അപ്പോ ഞങ്ങൾക്കൊക്കെ അത് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, ഭരതമുനി പറഞ്ഞത്. പിന്നെ തഥാ ഗന്ധമാല്യേന ദേവാസ്തുഷ്യന്തി പൂജിതാഹ യഥാ നാട്യപ്രയോഗസ്ഥ നിത്യം തുഷ്യന്തി മംഗലൈഹി എന്നാണ്. ചന്ദനം, മാല മുതലായ വസ്തുക്കളെ കൊണ്ട് പൂജിക്കുമ്പോൾ ദേവന്മാർക്ക് സന്തോഷമുണ്ടാകും. പക്ഷെ അതിനേക്കാൾ ഇരട്ടി സന്തോഷിക്കുന്നു നല്ല ഒരു നാടകാവതരണം കാണുമ്പോൾ എന്നാണ്. അപ്പൊ നാടകം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു, ദേവനെ സന്തോഷിപ്പിക്കും. ദേവൻ എന്ന് പറഞ്ഞ ബുദ്ധി കൂടിയ ആളത് അർത്ഥമുള്ളൂ, സത്യം പാലിക്കുന്ന ആൾ, ദീപധാതുവിൽ പ്രകാശിക്കുന്ന പോട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെ മനുഷ്യന് ബോധം കൊടുക്കുന്ന, അങ്ങനെയാണ് നാടകം സാമൂഹിക പരിവർത്തനത്തിന് സഹായിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകം സാമൂഹിക പരിവർത്തനത്തിന് സഹായിച്ചു. അങ്ങനെ കുറെ നാടകങ്ങൾ മനുഷ്യന്റെ ബോധത്തെ അവനറിയാതെ മാറ്റിമറിക്കുന്നതിന്, സർഗാത്മകമായി അവനെ ബോധത്തിനെ മാറ്റിമറിച്ച് സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിന് ഏറ്റവും ശക്തമായ മാധ്യമം നാടകമാണ്. ഞാൻ ഈ കൂത്ത് പറയുന്ന ആളായതുകൊണ്ട് എന്റെ കേമത്തം കാണിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ ഞാൻ കൂത്ത് പഠിച്ച സാഹചര്യം മുദ്രാരാഷ്ട്രം നടത്തുന്നുണ്ട്, അതിനെപ്പറ്റി പറയുന്നില്ല. ഈ രാവണൻ ചെയ്ത നമ്മുടെ മലയാള ഭാഷയുടെ ആഖ്യാന പാരമ്പര്യം ആഖ്യാനം, കൂത്ത് പറയം. അപ്പൊ പറച്ചിലിന്റെ പാരമ്പര്യം കാണിക്കുന്ന ഒരു സാധനം, ചെറിയൊരു സാധനം ഞാൻ കാണിക്കാം. രാവണൻ കാണിച്ചിട്ടുള്ള പരാക്രമങ്ങളും മന്ത്രാംഗം കൂത്തിൽ പറയുന്നതാണ്. ചാക്യന്മാര് പറയണവര് പറയാൻ ശ്രമിക്കാം. ഞാൻ ചാക്യാരല്ല, ജാതി കൊണ്ട് നായരാണ്. അപ്പൊ നായര് കൂത്ത് പറഞ്ഞാൽ നാക്യാർ കൂത്താവുള്ളൂ, അത് ചാക്യാർ കൂത്താവില്ല. എന്തായാലും ഞാൻ പറയാം, അത് കേൾക്കാം. അത് എന്തിനാ പറയണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള ഭാഷയുടെ നരേഷന്റെ പറച്ചിലിന്റെ ട്രഡീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു പാരമ്പര്യത്തിന്റെ മഹത്വം കാണിക്കാം, അത്രേ ഉള്ളൂ. എങ്കിലോ പണ്ട് പുലസ്ത്യഗോത്ര സംഭൂതനായിരിക്കുന്ന ദശകണ്ഠൻ ഉണ്ടായതിന്റെ ശേഷം അനുജന്മാരായിരിക്കുന്ന കുംഭകർണ വിഭീഷണന്മാരോടുകൂടി ഉത്തരഗോകർണാശ്രമത്തെ പ്രാപിച്ച് ജഗൽ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവിനെ കുറിച്ച് അതിക്രൂരമായിരിക്കുന്ന തപസ് ചെയ്ത് മാനുഷന്മാരിൽ നിന്നും മന്യന്മാരാൽ അവധ്യത്വമാകിന വരത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ രാജധാനിയായ ലങ്കയിലെത്തിയ അഭിഷിക്തനായി സ്വൈരമാകും വണ്ണം അധിവസിച്ചു വരുന്ന കാലത്തിങ്കൽ വൈശ്രവണനയച്ച ദൂതന്റെ മുഖത്ത് നിന്നും തന്റെ വധവാക്യത്തെ കുറിച്ച് കേട്ട് കോപിച്ചു പുറപ്പെട്ട്
അളക രാജധാനിയെ പ്രാപിച്ച് വൈശ്രവണ ജയിച്ച് പുഷ്പക വിമാനത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് വഴുതെടുത്ത കൈലാസം പർവ്വതത്തെ എടുത്ത് അമ്മാനമാടി ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് ചന്ദ്രഹാസത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് അയോധ്യ രാജധാനിയെ പ്രാപിച്ച് അനരണ്യനാകുന്ന രാജാവിനെ നിഗ്രഹിച്ച് തൽപ്രദത്തമായിരിക്കുന്ന ശാപത്തെ സ്വീകരിച്ച് മരുത്തനെ ജയിച്ച് അന്തകനെ ജയിച്ച് പാതാളത്തെ പ്രാപിച്ച് നാഗങ്ങളെ ജയിച്ച് നിവാത കവചന്മാരുമായി സഖ്യം ചെയ്ത് സ്വർഗലോകത്തെ പ്രാപിച്ച് ഇന്ദ്രായി ദേവകളെ ജയിച്ച് തന്റെ കുലരാജധാനിയായ ലങ്കയിലെത്തി ത്രൈലോക്യ ഐശ്വര്യ ഗർഭിതനായിട്ട് പുത്രപൗത്രാമാത്യാദികളോടുകൂടി അധിവസിപ്പൂതും ചെയ്തു മിഴകൂട്ട്. ഇത് ചെറുതാണ്. ഒരോട്ടം പറഞ്ഞു ഇത് ചെറുത്, വലുത് വരെയുണ്ട്. അപ്പൊ കൂത്ത് പറയുമ്പോ തുള്ളലൂടെ പറയേണ്ടി പറ്റില്ല. കുഞ്ചതമ്പിയാർ കൂത്ത ഒരു സമൂഹത്തിന്റെ സംഭാവനയെങ്കിൽ തുള്ളൽ ഒരൊറ്റ വ്യക്തിയുടെ സംഭാവനയാണ്. കുഞ്ചതമ്പിയാർ ഓട്ടാൻ, ശീതങ്കൽ, പറയൽ, ചുരുക്കി പറഞ്ഞ ഓശീപ്പ. ഓട്ടാൻ ആദ്യത്തെ അക്ഷരം ഓ, ശീതങ്കൻ ശീ, പറയൻ പാ, ഓശീപ്പ. കല്യാണ സൗഗന്ധികം തുള്ളലില് ഒരു വനവർണ്ണനയുണ്ട്. കല്യാണ സൗഗന്ധികം പുഷ്പം അന്വേഷിച്ച് ഭീമസേനൻ പോകുന്ന ഭാഗം. അപ്പൊ അദ്ദേഹം ഒരു വനത്തിൽ പ്രവേശിക്കും. കദളീവനം ആണോ, അത് കേരളത്തിന്റെ വനാണ്. അത് കുഞ്ചൻ പേര് വർണ്ണിക്കുകയാണ്. അതൊന്ന് കേൾക്കുക. യുദ്ധം പറഞ്ഞു ഗതയും വഹിച്ചുകൊണ്ട് ഉത്ഥാനവും ചെയ്തു ഗന്ധവാഹൽപജൻ. ഉത്തരാശാമുഖം നോക്കി പുറപ്പെട്ടു സത്വരാഹങ്കാര ഗംഭീര പുരുഷൻ. അഗ്രഭാഗ്യ രണ്ടു പന്തി നിരക്കവേ അഗ്രഹാരം കണ്ടു കൗതുകം പൂണ്ടുടൻ നിഗ്രഹാനുഗ്രഹാധികൃത പ്രൗഢരം വിപ്രലോകഗ്രേസരന്മാരെ വന്ദിച്ചു. വിഗ്രഹ ശക്തനം ധീരൻ മൃഗോദരൻ വ്യഗ്രതാഹീനം നടന്നു തുടങ്ങിനാൻ. ഉഗ്രമം കാനനം തന്നീലകം പൊക്കു ദുർഗ്രഹ ക്രൂരധീരാകാരപൂരുഷൻ. നക്ഷത്രമാർഗത്തിൽ എത്തിക്കിളർന്നൊരു വൃക്ഷങ്ങൾ കണ്ടുടൻ വിസ്മയിച്ചിടിനാൻ. ലക്ഷകോടി അർബുദം ധൂളീപരാർദ്ധവും ലക്ഷീകരിക്കയിൽ എണ്ണിത്തുടങ്ങിയാൽ താലന്തമാലവും നക്തമാലങ്ങളും സാലം രസാലവും ഹിന്ദാലജാലവും അർജുനം കേസരം നീലം പലാശവും സർജകം ഖർജുരം കാരസ്കരങ്ങളും ചൂതമ്പനാശവും ശിംജികാജമ്പകം മാതുലൂകങ്ങളും മാകന്ധവൃന്ദവും പുന്നാഗനാഗപ്രിയാള ദ്രുമങ്ങളും പിന്നെ ബഗൂളങ്ങൾ പൂപ്പാതിരികളും അശ്വത്ഥജാലം കവിദ്ധദ്രുമങ്ങളും ശശ്വതണലുള്ള വേരാൽ സമൂഹവും ഈട്ടിയും തേക്കും തിലകദ്രുമങ്ങളും ചോട്ടിൽ പതിക്കും ചുഴലി വൃക്ഷങ്ങളും അത്തിയും ഇത്തിയും പിന്നെ പരുത്തിയും പൂത്തലങ്ങീകൃത മാലജാലങ്ങളും മന്ദാരകുന്ദ കുരണ്ട ഷണ്ടങ്ങളും ഗന്ധരാളങ്ങളും കാട്ടുപുഷ്പങ്ങളും ഇന്ദ്രണീ വൃക്ഷങ്ങൾ വംശദ്രുമങ്ങളും ലന്തവൃക്ഷങ്ങളും ജംബൂകദംബവും ജംബീരവൃക്ഷവും ശിഖ്രദ്രുമങ്ങളും തുമ്പീലതകളും താമ്പൂലികൂട്ടവും കുഞ്ചാനികുഞ്ചവും മല്ലികാവല്ലിയും മുഞ്ഞവല്ലികളും മാലതീജാലവും ഇപ്രകാരം പുഷ്പവല്ലി തൃണങ്ങളാൽ തൽപ്രദേശം മഹാഘോരം വനാന്തരം ക്ഷിപ്രം പ്രവേശിച്ചു ഭീമസേനൻ മുര. തൽപ്രദേശം കണ്ടു സന്തുഷ്ടമാനസൻ 8 ദിഗന്ധങ്ങൾ പൊട്ടുമാർ ഉച്ചത്തിൽ അട്ടഹാസോത്ഭടം പൊട്ടിച്ചിരിക്കുകയും പെട്ടെന്ന് മാനത്തും മുട്ടും വര കൂട്ടങ്ങളിൽ ഗതാഘട്ടനം ചെയ്യുകയും ചപ്പറ്റ വൃക്ഷങ്ങൾ പൊട്ടിത്തകർന്നാശു മുട്ടിപ്പതിക്കുന്ന കോലാഹലങ്ങളും പൊട്ടല്ലതങ്ങളിൽ കെട്ടി ദ്രുമശ്രേണി കെട്ടി പിണഞ്ഞാശു പൊട്ടുന്ന ഘോഷങ്ങൾ കേട്ടു ഭാരം ഭയപ്പെട്ടു മൃഗങ്ങളും കറ്റെന്നു മണ്ടി ഗമിക്കും പ്രകാരവും. പെട്ടെന്നൊരു മരം പൊട്ടിപ്പിളർന്നാശു മറ്റൊരു വൃക്ഷേ പതിക്കുന്ന നേരത്തു മറ്റതും ഖണ്ഡിച്ചു മറ്റതിന്മേൽ വീണു മറ്റതും ഭസ്മമായി. പിന്നെ പട്ടികളുടെ വർണ്ണനയുണ്ട്. ഇപ്പം 3 വയസ്സായ കുട്ടി മുതൽ 90 വയസ്സാകുമ്പോൾ വരെ പട്ടിയിരിക്കുക. പട്ടികളെ പറ്റി കല്യാണ സംബന്ധിയത്തിൽ ഇന്ത്യയിൽ പട്ടി മുതൽ പരബ്രഹ്മപരളെ പറ്റി കവിതയുണ്ട്. പരബ്രഹ്മത്തിന്റെ കവിത ഇപ്പൊ ചെല്ലണ്ട. വമ്പനും നല്ല കറുമ്പൻ വെളുമ്പനും മുണ്ടനും നീളനും ചാത്തനും കുഞ്ഞനും പാണ്ടൻ മറണ്ടനും ചാടി മൂക്കത്തു കടിക്കുന്ന വെള്ളവും കുക്കുടത്തെ പിടിച്ചിടുന്ന കള്ളനും ദുഷ്കരൻ മുഷ്കരനും മുറിവാലനും ഒക്കെ ഞെട്ടിച്ചുടൻ ബബ്ബ എന്നൊരു ശബ്ദമൊക്കെ അടകത്തൊക്കെ പരന്നത്. ഇതാണ്